ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു CSEB ആസ്പിറൻസ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് KCS ആക്ട് ആൻഡ് റൂൾസ് 1969 സെക്ഷൻ 2 ഡെഫിനിഷൻസിൻ്റെ തുടർച്ചയാണ്. മുൻപുള്ള ക്ലാസ്സുകൾ കാണുന്നതിനായി ചാനലിൻ്റെ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. വിശദമായ ആക്ട് ആൻഡ് റൂൾസിലെ ക്ലാസ്സുകൾ ഈ ചാനലിൽ ലഭിക്കുന്നതാണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ പോലും സിമ്പിളായി മനസ്സിലാക്കാവുന്നതാണ്. കൺസെപ്റ്റ്സ് എല്ലാം കൃത്യമായി മനസ്സിലാക്കുക, നോട്ട് ചെയ്യുക, സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. കൂടുതൽ ക്ലാസ്സുകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. ക്ലാസ്സിലേക്ക് പോകാം. സെക്ഷൻ 2M, നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. Nominal or associate member means a member who possesses only such privileges and rights of a member and who is subject only to such liabilities of a member as may be specified in the bylaw. ബൈലോയിൽ സ്പെസിഫൈ ചെയ്തിരിക്കുന്ന ലൈബിലിറ്റീസും പ്രിവിലേജസ് ആൻഡ് റൈറ്റ്സും അവൈലബിൾ ആയിട്ടുള്ള മെമ്പറാണ് നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പർ. നോമിനൽ ഓർ അസോസിയേറ്റ് മെമ്പറുമായി ബന്ധപ്പെട്ട സെക്ഷൻ 18 Section 2M, Nominal or Associate Member. Section 2M, Nominal or Associate Member means a member who possesses only such privileges and rights of a member and who is subject only to such liabilities of a member as may be specified in the bylaws. Section 2N, Officer. Officer means the President, Vice President, Chairman, Secretary, Manager, Member, Committee or Treasurer and includes a liquidator, administrator and any other person empowered under the rules or the bylaws to give directions in regard to the business of a cooperative society. ആരാണ് ഒരു ഓഫീസർ? 2N ഓഫീസറെ കുറിച്ച് പ്രതിപാദിക്കുന്നു. ഓഫീസർ മീൻസ് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, ചെയർമാൻ, വൈസ് ചെയർമാൻ, സെക്രട്ടറി, മാനേജർ, മെമ്പർ ഓഫ് കമ്മിറ്റി ഇവരെല്ലാം ഓഫീസർമാരാണ്. ട്രഷറർ ഇൻക്ലൂഡ്സ് ലിക്വിഡേറ്ററും അഡ്മിനിസ്ട്രേറ്ററും എനി അതർ പേഴ്സൺ എംപവേർഡ് അണ്ടർ ദ റൂൾസ് ഓർ ദ ബൈലോസ്. ബൈലോസും റൂൾസും പ്രകാരം ഏതൊരു വ്യക്തിയെ എംപവർ ചെയ്തിട്ടുണ്ടോ അദ്ദേഹവും ഒരു ഓഫീസറായി പരിഗണിക്കപ്പെടും. ആരാണ് ഓഫീസർ അല്ലാത്തത്? അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കൗണ്ടൻറ്റും ഈസ് നോട്ട് എ ഓഫീസർ എന്നാണ് പറയുന്നത്. നോട്ട് ആൻ ഓഫീസർ ഓഫ് ദ സൊസൈറ്റി. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കൗണ്ടൻറ്റും ആരല്ല? ഓഫീസർ അല്ല. അപ്പോൾ സെക്ഷൻ ഓപ്ഷൻസിൽ ചിലപ്പോൾ അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കൗണ്ടൻറ്റും കാണാം. അപ്പോൾ നമ്മളത് ഓർത്തിരിക്കുക. ഓഫീസർ ആരാണ്? പ്രസിഡൻ്റാണ്, വൈസ് പ്രസിഡൻ്റാണ്, ചെയർമാനാണ്, വൈസ് ചെയർമാനാണ്, സെക്രട്ടറി, മാനേജർ, മെമ്പർ ഓഫ് എ കമ്മിറ്റി, ട്രഷറർ, പിന്നെ ലിക്വിഡേറ്ററും അഡ്മിനിസ്ട്രേറ്ററും. എനി അതർ പേഴ്സൺ എംപവേർഡ് അണ്ടർ ദ റൂൾസ് ഓർ ബൈലോസ് ഇവരെല്ലാം ഓഫീസർമാരാണ്. അടുത്ത ഡെഫിനിഷൻ സെക്ഷൻ 2O ആണ്. പ്രിസ്ക്രൈബ്ഡ്. പ്രിസ്ക്രൈബ്ഡ് മീൻസ് പ്രിസ്ക്രൈബ്ഡ് ബൈ റൂൾസ് മെയ്ഡ് അണ്ടർ ദിസ് ആക്ട്. സെക്ഷൻ 2OA, പ്രിസ്ക്രൈബ്ഡ് പീരിയഡ്. Prescribed period means the period of limitation specified in Schedule 3 appended to this act. ഷെഡ്യൂൾ 3 പറഞ്ഞിട്ടുള്ള ലിമിറ്റേഷൻ പീരിയഡാണ് പ്രിസ്ക്രൈബ്ഡ് പീരിയഡ് എന്ന് പറഞ്ഞാൽ. സെക്ഷൻ 2OAA, പ്രൈമറി അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് സൊസൈറ്റീസ്, അതായത് PACS. 2OAA. അപ്പോൾ എന്താണ് ഒരു PACS? ആരെല്ലാമാണ് PACSൽ ഉൾപ്പെടുന്നത്? PACS മീൻസ് എ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി. അപ്പോൾ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി ഒരു PACS ആണ്. എ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, എ ഫാർമർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് എ റൂറൽ ബാങ്ക് ഇവയെല്ലാം പ്രൈമറി അഗ്രികൾച്ചർ ക്രെഡിറ്റ് സൊസൈറ്റിയിൽ ഉൾപ്പെട്ടതാണ്. പ്രൈമറി ക്രെഡിറ്റ് അഗ്രികൾച്ചറൽ സൊസൈറ്റി മീൻസ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്, എ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റി, ഫാർമർ സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക് ആൻഡ് എ റൂറൽ ബാങ്ക്. And the principal object of which is to undertake agricultural credit activities. Principal object എന്താണ്? Agricultural credit activities undertake ചെയ്യുക എന്നതാണ്. And to provide loans and advances for agricultural purpose. Agricultural purposeന് വേണ്ടി ലോൺസും അഡ്വാൻസസും പ്രൊവൈഡ് ചെയ്യുന്നു. The rate of interest on such loans and advances in the rate of interest shall be fixed by the registrar ആണ് ഫിക്സ് ചെയ്യുന്നത്. ആൻഡ് ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ
വില്ലേജ്, പഞ്ചായത്ത് ഓർ എ മുനിസിപ്പാലിറ്റി. അപ്പോൾ കുറച്ച് പോയിന്റുകൾ PSCSുമായി ഓർത്തിരിക്കേണ്ടതാണ്. സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയും സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും ഫാർമേഴ്സ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്കും ആൻഡ് റൂറൽ ബാങ്കും PSCSൽ ഉൾപ്പെട്ടതാണ്. അവയുടെ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് എന്താണ്? അണ്ടർടേക്ക് അഗ്രികൾച്ചർ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ് ആണ്. പ്രൊവൈഡ് ലോൺസ് ആൻഡ് അഡ്വാൻസസ് ഫോർ അഗ്രികൾച്ചറൽ പർപ്പസ് ആണ്. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഫിക്സ് ചെയ്യുന്നത് ആരാണ്? റേറ്റ് വിൽ ബി ഫിക്സ്ഡ് ബൈ ദി രജിസ്ട്രാർ ആണ്. ആൻഡ് ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ എങ്ങനെയാണ്? കൺഫൈൻഡ് ടു എ വില്ലേജ്, പഞ്ചായത്ത് ഓർ മുനിസിപ്പാലിറ്റി. വില്ലേജോ പഞ്ചായത്തോ മുനിസിപ്പാലിറ്റിയോ ആണ് അവരുടെ പ്രവർത്തന പരിധിയായി പറയുന്നത് കേട്ടോ. അപ്പം പോയിൻറ്റ്സ് ഒക്കെ നന്നായി ഓർത്ത് വയ്ക്കുക. PSCS എന്ന് പറഞ്ഞാൽ താഴെ പറയുന്നവയിൽ ഏതെല്ലാം PSCS ആണ് എന്ന് ചോദിച്ചാൽ ആരെല്ലാമാണെന്ന് വ്യക്തമായി പറയാൻ അറിയണം, മനസ്സിലാക്കിയെടുക്കാൻ കഴിയണം. Provided that the restriction regarding the area of operation shall not apply to societies or banks in existence at the commencement of the Kerala Cooperative Societies Amendment Act 1999. അതായത് 1999 മുൻപ് രൂപീകരിച്ച സംഘങ്ങൾക്ക് ഈ ഏരിയ ഓഫ് ഓപ്പറേഷൻ ബാധകമല്ല എന്നാണ് പറയുന്നത്. 1 ജാനുവരി 2000 വന്ന അമെൻമെൻറ്റിന് മുൻപുള്ളവർക്ക് ഇത് ബാധകമല്ല. Provided further that if the above principal objective not fulfilled, ഈ above principal objective fulfill ചെയ്യപ്പെടാതിരുന്നാൽ such societies shall lose all characteristics of a PSCS specified in the Act, rules and bylaws except the existing staff strength. അത് സ്റ്റാഫ് സ്ട്രെങ്ത് അല്ലാത്ത മറ്റെന്തെങ്കിലും ഈ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് നേടാതിരുന്നാൽ സ്റ്റാഫ് സ്ട്രെങ്ത്തിനെ ബാധിക്കില്ല കേട്ടോ. എക്സിസ്റ്റിംഗ് സ്റ്റാഫ് സ്ട്രെങ്ത്തിന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അതല്ലാതെ ക്യാരക്ടറിസ്റ്റിക്സ് എല്ലാം നഷ്ടപ്പെടും എന്നാണ് പറയണത് കേട്ടോ. സെക്ഷൻ 2OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി. എന്താണ് പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി? പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി അതർ ദാൻ ആൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി. പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ഒരു സൊസൈറ്റിയാണ് അതർ ദാൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി വിച്ച് ഹാസ് ഇറ്റ്സ് principal object the raising of funds to be lent to its member, the bylaws of which do not permit admission of any cooperative society as its member. അപ്പോൾ പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റി മറ്റ് സൊസൈറ്റികളെ മെമ്പറായി പരിഗണിക്കുകയില്ല. The bylaws of which do not permit admission of any cooperative society as its member എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പെക്സ് സെൻട്രൽ സൊസൈറ്റിയും അതർ ദാൻ അപ്പെക്സ് ഓർ സെൻട്രൽ സൊസൈറ്റി പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് റേസിംഗ് ഓഫ് ഫണ്ട്സ് ടു ബി ലെൻഡ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് തന്നെയാണ്. ബൈലോ പറയുന്ന പ്രകാരം അഡ്മിഷൻ നടത്തുന്നത് ആർക്കുമാണ്? നോട്ട് അതർ ദാൻ എനി അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീനെ മെമ്പറായി പരിഗണിക്കില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ 2OB പ്രൈമറി ക്രെഡിറ്റ് സൊസൈറ്റിയാണ് കേട്ടോ. ഇനി അടുത്തത് OC ആണ്. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ബാങ്ക്, അതായത് നമ്മുടെ പീക്കാർഡ് ബാങ്ക് കേട്ടോ. പീക്കാർഡ് ബാങ്ക് മീൻസ് എ സൊസൈറ്റി ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ താലൂക്ക് ആൻഡ് ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഓഫ് വിച്ച് ഈസ് ടു പ്രൊവൈഡ് ഫോർ ലോങ് ടേം ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ആക്ടിവിറ്റീസ്. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ. അവരുടെ പ്രൈമറി ഒബ്ജക്റ്റീവ് എന്താണ്? ലോങ് ടേമിന് വായ്പ കൊടുക്കാനാണ്. കേസ് കാർഡും പി കാർഡും അതിനു വേണ്ടി രൂപീകരിച്ചതാണ് അല്ലേ. അപ്പോൾ ഈ 2OC ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ, പി കാർഡുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ളത്. പിന്നെ OD പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്ക്, നമ്മുടെ അടുത്തുള്ള പ്രൈമറി കോപ്പറേറ്റീവ് ബാങ്കാണ്, നമ്മുടെ അടുത്തുള്ള ബാങ്കാണ്, പ്രൈമറി ബാങ്കാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് ഓടും എന്ന് ആലോചിച്ചാൽ മതി. OD പെട്ടെന്ന് കാശിനൊക്കെ ആവശ്യം വരുമ്പോൾ നമ്മൾ എവിടേക്കാണ് ഓടുക? മിക്കവാറും ആൾക്കാർ കോപ്പറേറ്റീവ് ബാങ്കിൽ തന്നെയാണ് അല്ലേ. നമ്മൾ പണയം വയ്ക്കാനൊക്കെ പെട്ടെന്ന് പോവുക നമ്മുടെ അടുത്തുള്ള കോപ്പറേറ്റീവ് ബാങ്കിലേക്ക് തന്നെയാണ് നമ്മൾ സാധാരണക്കാർ പോവുക. അപ്പോൾ 2OD എന്ന് പറഞ്ഞാൽ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കേട്ടോ. മീൻസ് എ സൊസൈറ്റി ഹാവിങ് ജൂറിസ്ട്രിക്ഷൻ ഓവർ എ റവന്യൂ ഡിസ്ട്രിക്റ്റ് ആസ് എ വോളാണ് പ്രവർത്തന പരിധിയുള്ളത് കേട്ടോ. ഓർ ഓവർ എനി സ്പെസിഫൈഡ് ഏരിയ വിത്തിൻ സച്ച് റവന്യൂ ഡിസ്ട്രിക്റ്റ് ആൻഡ് ഹാവിങ് ഇൻഡിവിജ്വൽസ് ആൻഡ് അതർ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആസ് ഇറ്റ്സ് മെമ്പർ. ഇൻഡിവിജ്വൽസിനും ആവാം മെമ്പേഴ്സ് ആവാം, കോപ്പറേറ്റീവ് സൊസൈറ്റീസിന് മെമ്പേഴ്സ് ആവാം. അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. റവന്യൂ ഡിസ്ട്രിക്റ്റ് ആസ് എ വോളാണ് പ്രവർത്തന പരിധി. അപ്പോൾ പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റി ചില്ലറക്കാരനല്ല അല്ലേ. കാരണം റവന്യൂ ഡിസ്ട്രിക്റ്റ് ആസ് എ വോളാണ് പ്രവർത്തന പരിധി.
പിന്നെ ഇൻഡിവിജ്വൽസും മെമ്പേഴ്സാണ്, കോപ്പറേറ്റീവ് സൊസൈറ്റീസും മെമ്പേഴ്സാണ്. നമ്മൾ പ്രൈമറി എന്ന് പറഞ്ഞിട്ട് ലാഘവത്തോടെ എടുക്കേണ്ട, എന്നാൽ അത്യാവശ്യം പ്രവർത്തന പരിധിയുള്ള എല്ലാവരെയും ഉൾക്കൊള്ളിക്കാൻ പറ്റുന്ന ഒരു സൊസൈറ്റിയാണ് OD എന്ന് ആലോചിക്കുക കേട്ടോ. 2OD. അടുത്തത് 2OE, പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് കേട്ടോ. പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി മീൻസ് എ സൊസൈറ്റി ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ താലൂക്കാണ് പ്രവർത്തന പരിധി വരുന്നത്. ആൻഡ് ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഓഫ് വിച്ച് ഈസ് ടു പ്രൊമോട്ട്, ഓർഗനൈസ് ആൻഡ് അസിസ്റ്റ് ടൂറിസം ആക്ടിവിറ്റീസ്. ടൂറിസം ആക്ടിവിറ്റീസിന് പ്രൊമോട്ട് ചെയ്യുകയും ഓർഗനൈസ് ചെയ്യുകയും അസിസ്റ്റ് ചെയ്യുകയും ഒക്കെയാണ് ഇവരുടെ പണി. ഏരിയ ഓഫ് ഓപ്പറേഷൻ റെസ്ട്രിക്റ്റഡ് ടു 1 താലൂക്ക്. എന്ന് മുതലാണ് റെസ്ട്രിക്ഷൻ വന്നത്? 5/7/2018 തൊട്ട് റെസ്ട്രിക്ഷൻ വന്നു എന്നാണ് പറയുന്നത്. കേരളത്തിലെ ടൂറിസം കോപ്പറേറ്റീവ്സിൻ്റെ സ്ട്രക്ചർ 2 ടയർ സ്ട്രക്ചറാണ്. ടൂർ ഫെഡിന് കഴിഞ്ഞതിന് ശേഷം പിന്നെ പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 ടയറിലാണ് നമ്മുടെ കേരളത്തിൽ വർക്കിംഗ് ഉള്ളത്. അപ്പോൾ പ്രൈമറി ടൂറിസം കോപ്പറേറ്റീവ് സൊസൈറ്റി OE കഴിഞ്ഞു. ഇനി അടുത്തതിലേക്ക് പോവാം. അടുത്തത് രജിസ്ട്രാറാണ്. രജിസ്ട്രാറിൽ ചെറിയൊരു അമെൻമെൻറ്റ് വന്നായിരുന്നു. രജിസ്ട്രാർ എന്ന് വെച്ചാൽ 2P ആണ് കേട്ടോ. 2P ആണ് രജിസ്ട്രാർ. രജിസ്ട്രാർ പവർഫുൾ ആണല്ലോ അല്ലേ? കോപ്പറേറ്റീവ് സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ പവർഫുൾ ഉള്ളത് ആരാ? രജിസ്ട്രാർ തന്നെയാണ്. അപ്പോൾ P ആണ് പവർഫുൾ. രജിസ്ട്രാർ മീൻസ് ദ രജിസ്ട്രാർ ഓഫ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് അപ്പോയിൻറ്റഡ് അണ്ടർ സബ്സെക്ഷൻ 1 ഓഫ് സെക്ഷൻ 3. അതായത് 3-1 പ്രകാരം നിയമിക്കപ്പെട്ട രജിസ്ട്രാറാണ് രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ. 3-1 പ്രകാരം. 3 രജിസ്ട്രാറുമായി ബന്ധപ്പെട്ട് സെക്ഷൻ 3 രജിസ്ട്രാറാണ്. 3-1 അതായത് 3 സബ്സെക്ഷൻ 1 പറയുന്നത് അപ്പോയിൻമെൻറ്റ് ഓഫ് രജിസ്ട്രാറാണ്. അപ്പോൾ ആ രീതിയിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ട ആളാണ് രജിസ്ട്രാർ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഇൻക്ലൂഡ്സ് എനി പേഴ്സൺ. മുമ്പുണ്ടായിരുന്നത് എനി അതർ ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ആയിരുന്നു. അപ്പോൾ എനി പേഴ്സൺ എന്ന് പറയുക എനി അതർ ഓഫീസർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓൺ ഹൂം ഓൾ ഓർ എനി ഓഫ് ദ പവേഴ്സ് ഓഫ് ദ രജിസ്ട്രാർ അണ്ടർ ദിസ് ആക്ട് ആർ കൺഫേൺഡ്. അല്ലെങ്കിൽ ആ ഒരു പദവി നമുക്ക് ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ട ആൾ അല്ലേ, അയാൾ രജിസ്ട്രാറാണ്. 2Q എന്ന് പറഞ്ഞു. അപ്പോൾ 2P രജിസ്ട്രാർ ഓർത്ത് വയ്ക്കുക. 3 സബ്സെക്ഷൻ 1 പ്രകാരം നിയമിക്കപ്പെടുന്ന വ്യക്തിയാണ് രജിസ്ട്രാർ കേട്ടോ. എനി അതർ ഓഫീസർ ഓഫ് ദ സ്റ്റേറ്റ് ഗവൺമെൻറ്. 2Q എന്ന് പറഞ്ഞാൽ റൂൾസ് ആണ്. റൂൾസ് മീൻസ് ദ റൂൾസ് മെയ്ഡ് അണ്ടർ ദിസ് ആക്ട്. 2QA ഷെഡ്യൂൾഡ് കാസ്റ്റ് ആണ്. ഷെഡ്യൂൾഡ് കാസ്റ്റ് മീൻസ് ദ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇൻ റിലേഷൻ ടു ദ സ്റ്റേറ്റ് ഓഫ് കേരള ആസ് സ്പെസിഫൈഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഓർഡർ 1950. 1950 കോൺസ്റ്റിറ്റ്യൂഷനിലെ പ്രകാരം സ്പെസിഫൈ ചെയ്തിരിക്കുന്നതാണ് ഷെഡ്യൂൾഡ് കാസ്റ്റുകൾ. പിന്നെ 2QB ഷെഡ്യൂൾഡ് ട്രൈബാണ്. മീൻസ് ദ ഷെഡ്യൂൾഡ് ട്രൈബ്സ് ഇൻ റിലേഷൻ ടു ദ സ്റ്റേറ്റ് ഓഫ് കേരള ആസ് സ്പെസിഫൈഡ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓർഡർ 1950. ഇനി 2QBA ഇത് പുതിയൊരു അമെൻമെൻ്റാണ്, അതുകൊണ്ട് തന്നെ ഒന്ന് ശ്രദ്ധിക്കുക. സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ്. പുതിയൊരു തീമാണല്ലോ സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറഞ്ഞാൽ. അപ്പം 2QBA ആണ് കേട്ടോ. QBA ആണ് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. മീൻസ് പ്രൈമറി കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അവ. ഫോംഡ് ഫോർ ദ വെൽഫെയർ ഓഫ് സോഷ്യൽ ക്ലാസസ് ലൈക്ക് ഡിഫറൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്, ഏജ്ഡ് പേഴ്സൺസ്, ട്രാൻസ്ജെൻഡേഴ്സ്, ഡിപ്രസ്ഡ് പേഴ്സൺസ് ഓർ മെൻ്റലി ചാലഞ്ച്ഡ് പേഴ്സൺ. ഇവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളതാണ് സോഷ്യൽ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് എന്ന് പറയുമ്പോൾ കേട്ടോ. പിന്നെ 2QC സ്പെഷ്യൽ ഓഫീസറാണ് കേട്ടോ. QC ആയിട്ടുള്ളത് ആരാണ്? സ്പെഷ്യൽ ഓഫീസറാണ്. മീൻസ് ആൻ ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ആൻ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ. അതൊരു നോട്ട് ചെയ്യേണ്ട പോയിൻ്റാണ്. നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണ് ആര്? സ്പെഷ്യൽ ഓഫീസറെയായി അപ്പോയിൻറ്റ് ചെയ്യേണ്ടത്. അപ്പോയിൻറ്റഡ് ബൈ ദ രജിസ്ട്രാർ ആണ് കേട്ടോ. അപ്പോൾ സ്പെഷ്യൽ ഓഫീസറെ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ആരാണ്? രജിസ്ട്രാറാണ്. ടു ടേക്ക് ഇൻ ടു കസ്റ്റഡി ഏത് സാഹചര്യത്തിലാണ് അപ്പോയിൻമെൻറ്റ് നടത്തണം രജിസ്ട്രാർ എന്ന് വെച്ചാൽ ടു ടേക്ക് ഇൻ ടു കസ്റ്റഡി ദ അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ സൊസൈറ്റി വിത്ത് സെക്യൂർഡ് രജിസ്ട്രേഷൻ വിത്തൗട്ട് ബൈഫർക്കേറ്റിംഗ് ദ ഏരിയ ഓഫ് ഓപ്പറേഷൻ ഓഫ് ആൻ എക്സിസ്റ്റിംഗ് സൊസൈറ്റി and to register new society and to constitute committees as provided in section 28. ഈ സമയത്തൊക്കെയാണ് ആരെ നിയമിക്കുക? രജിസ്ട്രാർ ഒരു സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കുക കേട്ടോ. അപ്പോൾ അത് നമുക്ക് സെക്ഷൻ 28 പ്രകാരം നിയമിക്കും.
കസ്റ്റഡിയിലെടുക്കാൻ. അസറ്റ്സ് ആൻഡ് ലയബിലിറ്റീസ് ഓഫ് ദ സൊസൈറ്റി കസ്റ്റഡിയിലെടുക്കുക. വിച്ച് സെക്യൂർഡ് രജിസ്ട്രേഷൻ വിത്തൗട്ട് ബൈഫർക്കേറ്റിംഗ്, വിഭജനമില്ലാതെ, ഏരിയ ഓഫ് ഓപ്പറേഷൻ വിഭജിക്കാതെ ഒരു എക്സിസ്റ്റിംഗ് സൊസൈറ്റി രജിസ്റ്റർ ചെയ്യും. ഇത് ന്യൂ സൊസൈറ്റികളാക്കുമ്പം ഇങ്ങനെ സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. കോൺസ്റ്റിറ്റ്യൂട്ട് കമ്മിറ്റീസൊക്കെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴും സ്പെഷ്യൽ ഓഫീസറെ നിയമിക്കും. അങ്ങനെ പല സാഹചര്യങ്ങൾ പറയുന്നുണ്ട്. സെക്ഷൻസുമായി ബന്ധപ്പെട്ടത് വരുമ്പോൾ നമുക്കത് കവർ ചെയ്യാം. ഇവിടെ സ്പെഷ്യൽ ഓഫീസർ ടു QC ആണെന്നും അദ്ദേഹം ഒരു ഓഫീസറാണെന്നും നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് ആൻ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആണെന്നും അപ്പോയിൻ്റ് ചെയ്യുന്നത് RCS ആണെന്നും ഓർത്ത് വയ്ക്കുക കേട്ടോ. അപ്പോയിൻ്റ് ചെയ്യുന്നത് രജിസ്ട്രാർ ആണെന്നും ഓർത്ത് വയ്ക്കാം. അടുത്തത് പറയുന്നത് 2RA ആണ് കേട്ടോ. RA കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, നമ്മുടെ കേസ്കാർഡ് ബാങ്കാണ്. അപ്പം അന്ന് കേരള എന്നുണ്ടായിരുന്നില്ല, ഇപ്പം അമൻഡ് ചെയ്ത് കേരള എന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട് കേട്ടോ. ആരാണ് ഒരു കേസ്കാർഡ് ബാങ്ക്? അതൊരു അപ്പെക്സ് സൊസൈറ്റി ആണ് അല്ലേ. ഹാവിങ് ഓൺലി പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ് അവരുടെ മെമ്പേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ് ആരുടെ മെമ്പേഴ്സ്? PSCS ആണ്. PSCS അല്ല, പീക്കാർഡ് ബാങ്കുകളാണ് ആരുടെ മെമ്പേഴ്സ് ഉള്ളത്? കേസ്കാർഡ് ബാങ്കിൻ്റെ താഴത്ത് നേരെ വരുന്നത് ആരാണ്? പീക്കാർഡ് ബാങ്ക് അല്ലേ. അവർ രണ്ടുപേരാണ് ലോങ് ടേമിൻ്റെ സൈഡിൽ നിൽക്കുന്നത് കേട്ടോ. കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്, പ്രൈമറി കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്കാണ് അവരുടെ മെമ്പേഴ്സായി വരുന്നത്. ആൻഡ് ഫങ്ഷനിങ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പ്രൊവിഷൻസ് കണ്ടെയ്ൻഡ് ഇൻ ദ കേരള സ്റ്റേറ്റ് കോപ്പറേറ്റീവ് അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആക്ട് 1984 പറഞ്ഞിരിക്കുന്ന പ്രകാരമാണ് ഫങ്ഷൻ ചെയ്യുന്നത്. അവർക്ക് സ്വന്തമായിട്ട് 1984 വന്നൊരു ആക്ട് ഉണ്ട് കേട്ടോ. ആക്ട് 20 ഓഫ് 1984. അത് പ്രകാരമാണ് അവർ ഫങ്ഷൻ ചെയ്യുന്നത് കേട്ടോ. പക്ഷെ എന്ന് വെച്ചാൽ നമ്മുടെ ലോ അനുസരിക്കില്ല എന്നല്ല, ഉണ്ട്. എന്നാലും അവരുടെ കുറച്ച് പ്രൊവിഷൻസ് അവിടെ ഉണ്ട്. ആ ആക്ട് പ്രകാരമാണ് വർക്ക് ചെയ്യുന്നത്. അടുത്തത് സെക്ഷൻ 2S, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ മീൻസ് ദ സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ എസ്റ്റാബ്ലിഷ്ഡ് അണ്ടർ സെക്ഷൻ 89. സെക്ഷൻ 89 പ്രകാരം രൂപീകരിച്ചതാണ് സ്റ്റേറ്റ് കോപ്പറേറ്റീവ് യൂണിയൻ. പിന്നെ അടുത്തത് ട്രിബ്യൂണലാണ്. 2T എന്ന് പറഞ്ഞാൽ ട്രിബ്യൂണൽ മീൻസ് കോൺസ്റ്റിറ്റ്യൂട്ട് അണ്ടർ സെക്ഷൻ 81 പ്രകാരം. അതൊക്കെ സെക്ഷൻ വരുമ്പോൾ നമുക്ക് ഡീപ്പായിട്ട് പഠിക്കാം കേട്ടോ. 2TA അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് കേട്ടോ. 2TA എന്ന് പറഞ്ഞാൽ അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് ആണ് കേട്ടോ. അർബൻ കോപ്പറേറ്റീവ് ബാങ്ക് മീൻസ് എ സൊസൈറ്റി രജിസ്റ്റേർഡ് അണ്ടർ ദിസ് ആക്ട് ഹാവിങ് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ ഇൻ ദ അർബൻ ഏരിയാസ്. ഏരിയ ഓഫ് ഓപ്പറേഷൻ എവിടെയാണ്? അർബൻ ഏരിയാസ് ആണ് അല്ലേ. ആൻഡ് വിച്ച് അണ്ടർടേക്ക് ബാങ്കിങ് ബിസിനസ് വിത്ത് ദ ലൈസൻസ് ഒബ്റ്റെയിൻഡ് ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. അത് ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കയ്യിൽ നിന്ന് ലൈസൻസ് ഒബ്റ്റെയിൻ ചെയ്തതിന് ശേഷം മാത്രമേ അർബൻ കോപ്പറേറ്റീവ് ബാങ്കിന് ഡ്യുവൽ കൺട്രോളാണ് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. നമ്മുടെ എല്ലാം അനുസരിക്കണം, എന്നാൽ RBI അനുസരിക്കണം. അപ്പോൾ അർബൻ കോപ്പറേറ്റീവ് ബാങ്കുകളിൽ RBIയിൽ നിന്ന് ലൈസൻസ് കിട്ടിയതിന് ശേഷം മാത്രമേ പ്രവർത്തനം ആരംഭിക്കാവൂ എന്നാണ് പറയുന്നത്. അതാണ് 2TA എന്ന് പറയുന്നത്. പിന്നെ 2TAA അതായത് അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് കേട്ടോ. ഇത് മറ്റത് TAA കോപ്പറേറ്റീവ് സൊസൈറ്റീസ് ആണ് അവിടെ പറയുന്നത്. അർബൻ കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മീൻസ് എ കോപ്പറേറ്റീവ് സൊസൈറ്റി ദ പ്രിൻസിപ്പൽ ഒബ്ജക്റ്റ് ഓഫ് വിച്ച് ഈസ് ടു അണ്ടർടേക്ക് നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസ്. അവർ നോൺ അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ആക്ടിവിറ്റീസിനാണ് ഫണ്ട് കൊടുക്കുന്നത്. ആൻഡ് ടു റേസ് ഫണ്ട്സ് ടു ബി ലെൻഡ് ഇറ്റ്സ് മെമ്പേഴ്സ് വിത്ത് ഇറ്റ്സ് ഏരിയ ഓഫ് ഓപ്പറേഷൻ കൺഫൈൻഡ് ടു എ മുനിസിപ്പാലിറ്റി ഓർ കോർപ്പറേഷൻ. അർബൻ ആണല്ലോ, ഇപ്പോൾ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനുമാണ് പ്രവർത്തന പരിധിയായിട്ട് വരുന്നത്. ഓക്കെ, അടുത്തത് വരുന്നത് 2TB ആണ് കേട്ടോ. TB എന്ന് വെച്ചാൽ വിജിലൻസ് ഓഫീസറാണ്. TB എന്ന് വെച്ചാൽ വിജിലൻസ് ഓഫീസർ. വിജിലൻസ് ഓഫീസർ മീൻസ് ദ വിജിലൻസ് ഓഫീസർ അപ്പോയിൻറ്റഡ് അണ്ടർ സെക്ഷൻ 68A. 68A പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടാണ് വിജിലൻസ് ഓഫീസർ. അടുത്തത് സെക്ഷൻ 2U ഇയർ ആണ് കേട്ടോ. ഇയർ മീൻസ് ദ പീരിയഡ് കമൻസിങ് ഓൺ ദ ഫസ്റ്റ് ഡേ ഓഫ് ഏപ്രിൽ ടു നമ്മുടെ നോർമലി നമ്മൾ പറയുന്ന ഓഫ് എനി ഇയർ ആൻഡ് എൻഡിങ് വിത്ത് 31st of March അല്ലേ, of the succeeding year, or in the case of any registered society or class of registered societies, the accounts of which are made up to any other date with the previous sanction of the registrar, the year ending with such date. Okay,
പിന്നെ അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, അതുകൊണ്ടാണ് നമ്മൾ 2U ഇയർ എന്ന് നോക്കി വെച്ചാൽ മതി കേട്ടോ. ഇയർ പിന്നെ അറിയാലോ, 1 ഏപ്രിൽ തൊട്ടിട്ട് മാർച്ച് 31 വരെ. ഇതൊരു പുതിയ അമെൻമെൻ്റ് ആണ് 2V, യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അപ്പോൾ അത് ഓർത്തിരിക്കണം. യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് മീൻസ് കോപ്പറേറ്റീവ് സൊസൈറ്റീസ് വിച്ച് ആർ രജിസ്റ്റേർഡ് ടു പ്രൊമോട്ട് എൻ്റർപ്രണർഷിപ്പിനും ന്യൂ ടെക്നോളജി, ഇന്നോവേഷൻ, സ്റ്റാർട്ടപ്പ്സ്. ഇപ്പോൾ സ്റ്റാർട്ടപ്പ്സിൻ്റെയൊക്കെ കാലമാണ് അല്ലേ, കൂടുതൽ ടെക്നോളജി അപ്ഗ്രേഡേഷൻ നടക്കുന്നുണ്ട്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്റ്റാർട്ടപ്പും കാര്യങ്ങളൊക്കെ നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിലും വേണം. യൂത്തിനെ നമ്മുടെ കോപ്പറേറ്റീവ് സെക്ടറിലേക്ക് ഒന്ന് കൊണ്ടുവരണം. with the objective to generate employment and income and the welfare of youth and having its area of operation within one district ആണ് കേട്ടോ. ഒരു ഡിസ്ട്രിക്റ്റ് പ്രവർത്തന പരിധി ആയിട്ടുള്ളതാണ് യൂത്ത് കോപ്പറേറ്റീവ് സൊസൈറ്റീസ്. അതുമായി ബന്ധപ്പെട്ടതിൻ്റെ കുറച്ച് സെക്ഷൻസിൽ വരുന്നുണ്ട്, അപ്പോൾ നമുക്ക് ഡിസ്കസ് ചെയ്ത് പഠിക്കാം കേട്ടോ. അപ്പോൾ സെക്ഷനുമായി ബന്ധപ്പെട്ട് ഈ 2 സെക്ഷൻസ് കഴിഞ്ഞു. ഇനി റൂളിൽ കുറച്ച് ഡെഫിനിഷൻസ് റൂളിൽ പറയുന്നുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയത് കുറച്ചേ ഉള്ളൂ, അപ്പോൾ അത് ജസ്റ്റ് നമുക്ക് റൂളുമായി ബന്ധപ്പെട്ട് കൂടി ഒന്ന് നോക്കണം കേട്ടോ. അപ്പോൾ നോക്കിയാൽ മാത്രമേ നമുക്ക് അതും കൂടി കഴിഞ്ഞു എന്ന് പറയാൻ പറ്റുള്ളൂ. ഇത് മാത്രം ഇമ്പോർട്ടൻ്റ് ആയത് മാത്രം നമ്മൾ നോക്കുക. സ്പെഷ്യൽ ഓഫീസർ, അതുപോലെ നമ്മുടെ P-കാർഡ്, കേസ് കാർഡ്, അവയുടെ പ്രവർത്തന പരിധി എങ്ങനെയാണ്, യൂത്ത് കോപ്പറേറ്റീവ്സ് എന്താണ്, അവയുടെ സെക്ഷൻ എന്താണ്. അപ്പോൾ ഒരുവിധം ഇമ്പോർട്ടൻ്റ് ആയ എല്ലാം ഒഴിവാക്കാതെ കറക്റ്റായിട്ട് ഫുൾ നോട്ട്സ് കൊടുത്തിട്ടുണ്ട്. ഫുൾ നോട്ട്സ് ഇതിൽ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്തിട്ട് ചാനൽ കാണുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ചാനൽ കാണുക. അപ്പോൾ അതാണ് നമുക്കും അത് പ്രവർത്തനം ഒത്തിരിയും കൂടി മെച്ചപ്പെടുത്താനുള്ള ഒരു അവസരമാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസ് എന്തെങ്കിലും ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസ് അറിയിക്കുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതിനുശേഷം ചാനൽ കാണുക. അപ്പോൾ നമുക്ക് തുടർന്നുള്ള എന്തെല്ലാം വീഡിയോകൾ വേണം, അല്ലെങ്കിൽ കൂടുതൽ ടോപ്പിക്കുകൾ ഏതെങ്കിലും ഉൾപ്പെടുത്തേണ്ടതുണ്ടോ എന്നെല്ലാം നിങ്ങൾ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അറിയിക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.